വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് തവാങ് സീരീസ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ റൂട്ട് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ടാങ്ങിൽ നിന്നും ഒരു കിഡിലൻ റൂട്ട് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പോകുന്നത്. ഇത് ഗൂഗിൾ മാപ്പിലൊന്നുമുള്ള റൂട്ടല്ല. മഗോ ചുന അതേപോലെ ഗൊങ്കർണ ലേക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ വരുന്നത് 10,000 ഫീറ്റ് അല്ലെങ്കിൽ 8,000 ഫീറ്റിൽ. ജാങ് എന്ന് പറഞ്ഞാൽ ഒരു 8,000 7,000 ഫീറ്റ് ആയിരിക്കും. ആ 7,000 ഫീറ്റിൽ നിന്ന് നമ്മൾ 16,000 ഫീറ്റിലേക്കാണ് കയറാൻ പോകുന്നത്. ഭയങ്കര റൂട്ട് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്താണേലും പോയിരിക്കേണ്ട ഒരു റൂട്ട് പോലെയാണ് എനിക്ക് കുറച്ചേ കയറി വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങാം. എന്താ റൂട്ട്, ഇങ്ങനെയൊക്കെ വഴി ഇവിടെ ഉണ്ടെന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് മാഗോ റൂട്ട് ഗൂഗിൾ മാപ്സിൽ കാര്യങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ ജാങ്ങിൽ ചെന്നിട്ട് ജാങ് ലോക്കൽസ് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാണ് നമ്മൾ ഈ റൂട്ട് വരുന്നത്. ഗൂഗിൾ മാപ്സ് ഒന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂട്ട് കിട്ടില്ല. അറൗണ്ട് 60 കിലോമീറ്റേഴ്സ് ഉണ്ട് മഗോയിലേക്ക്. അവിടുന്ന് ചുന കഴിഞ്ഞിട്ടാണ് ഗൊങ്കർല ലേക്ക് ഉള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ്സിലേക്കാണ് നമ്മൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 16,000 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുംല പാസ്സൊക്കെ പോയ ഹൈറ്റിനേക്കാളും കൂടിയ ഹൈറ്റിലാണ് ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താവും എന്നൊന്നും അറിയില്ല, പോയി നോക്കാം. ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കണം കേട്ടോ. ഈ വഴികളൊക്കെ ഭയങ്കര ടൈറ്റാണ്, ടേൺസൊക്കെ അതുപോലെ തന്നെ നാരോ റോഡാണ്. വണ്ടികളൊന്നും അങ്ങനെ ഓപ്പോസിറ്റൊന്നും വരാറില്ല പൊതുവേ, പക്ഷേ വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. ഞാൻ തവാങ് വന്നു എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള പലരും സജസ്റ്റ് ചെയ്തൊരു റൂട്ട് കൂടിയാണ് ഈ റൂട്ട്. മാഗോ ചുന ഗൊങ്കർല ലേക്കിലേക്കുള്ള റൂട്ട്. എനിക്ക് തോന്നുന്നു മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. എന്താണേലും ഞാൻ തവാങ്ങിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മഴയത്ത് എന്താണേലും നോർത്ത് ഈസ്റ്റ് കയറി വരുന്നതായിരിക്കും. ഓ എന്താ വൈബ് നോക്കിക്കേ, വഴിയൊക്കെ നോക്കിക്കേ, എന്താ രസം. റോഡ് ഇപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായി വരുന്നുണ്ട്. മാഗോ 10 കിലോമീറ്റർ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് വരണം. മഴയത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഈ റൂട്ട്. ഭയങ്കര പീസ്ഫുൾ വൈബാട്ടോ. ഒരു മനുഷ്യനെ കാണാനില്ല. ഭയങ്കര റിമോട്ട് റൂട്ടാണ്. ആരാണേലും എന്താണേലും നിങ്ങൾ ഈ റൂട്ടൊക്കെ വരുവാണെങ്കിൽ വെറുതെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചു വാരി എറിയാതിരിക്കാൻ നോക്കുക. ഓ നൈസ്. ഈ സ്ഥലത്തൊക്കെയാണ് ബ്ലാക്ക് ഐസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. കാരണം ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യില്ലല്ലോ. സ്നോ ഇല്ലാന്നേ ഉള്ളൂ. റോഡൊക്കെ ബ്ലാക്ക് ഐസും അതുപോലെ തന്നെ സൈഡിൽ ഐസായിട്ടൊക്കെ കിടപ്പുണ്ട്. റിവർ തന്നെ ചില ഭാഗത്തൊക്കെ ഐസായിട്ട് ഇങ്ങനെ ഐസ് നമുക്ക് കാണാൻ വരുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജാനുവരി ആയതുകൊണ്ട് തണുപ്പ് അത്യാവശ്യമുണ്ട്. സ്നോഫോൾ ഇതുവരെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ഡിഗ്രി എന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈ അറ്റത്തേക്ക് എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് -16 ഡിഗ്രി വരെ ആവുമെന്നാണ് നമ്മുടെ വെതർ റിപ്പോർട്ട് കാണിച്ചത്. എന്താണേലും ഓക്കെയാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തവാങ് നിന്നപ്പം ആ വെതറൊക്കെ നൈസായിട്ട് അഡാപ്റ്റ് ആവുന്നുണ്ട്. ഇനീഷ്യലി വന്ന ദിവസം തന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തളർന്നു പോകും. AMS അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്ത് നിങ്ങൾ തവാങ് ട്രിപ്പ് കുറേയൊക്കെ എൻജോയ് ചെയ്ത് ബുംല പാസും സെമിത്താങ്ങും ഒക്കെ പോയി പതുക്കെ ഈ റൂട്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓ ഇതിനിപ്പോൾ ഇത്ര ഭംഗിയാണെങ്കിൽ മഴയത്ത് എത്ര ഭംഗിയായിരിക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചപ്പൊക്കെ ആയിട്ട് ഈ വെള്ളമൊക്കെ പോകുന്ന കാണുമ്പോൾ എന്താ രസമായിരിക്കും. ഓ വൺ ഓഫ് ദ സീനിക് റൂട്ടാണ് മാൻ. ഇതുവരെ കുറേ റൂട്ടുകൾ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യൽ റൂട്ട് പോലെ തോന്നുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് ഓടിക്കാനായിട്ട്. ഈവൻ വിത്തൗട്ട് സ്നോ, ഈവൻ വിത്തൗട്ട് റെയിൻ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു. അറിയില്ല സ്നോയും അതുപോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന്. കുറച്ച് റിസ്കി ആയിരിക്കും വരാനായിട്ട്, പക്ഷേ
ഭയങ്കര വേർത്തായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുമ്പം. കേട്ടോ റോഡ് സൈഡിൽ ഇതൊക്കെ ഐസാണ് കേട്ടോ. ഈ സാധനമൊക്കെ ഐസ് നിൽക്കുന്ന കണ്ടില്ലേ, ഇവിടെ നോക്കണം കണ്ടോ, ഐസാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ കാണുമ്പോൾ വലിയ തണുപ്പൊന്നും ഇവിടെ തോന്നുന്നില്ലെങ്കിലും ഈ ഐസ് നിൽക്കണമെങ്കിൽ അത്രയും ക്ലൈമറ്റ് ഡ്രോപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ -ഡിഗ്രി കൂടെയാണ് ഓടിക്കുന്നത്. പക്ഷേ എനിക്കത്ര ബുദ്ധിമുട്ടില്ല. കാരണം കുറേ ദിവസം ഇവിടെ വന്ന് ഇപ്പം അഡാപ്റ്റ് ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ നമ്മൾ അഡാപ്റ്റ് ആയിക്കോളും. പക്ഷെ -16 എത്തുമ്പോൾ നല്ല തണുപ്പ് നടക്കാൻ ചാൻസ് ഉണ്ട്. -16 -19 വെതർ റിപ്പോർട്ട് കാണിച്ചത്. ഈ റോഡൊക്കെ പണിത് അടിപൊളിയാക്കി ഇട്ടിട്ടുള്ളതുകൊണ്ട് എന്ത് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം അല്ലേ. ഭീകര വഴി. നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വരുന്ന കാണുന്നുണ്ടോ? ഭയങ്കര റെയറാണ് വരുന്നത്. ഓ പൊളി. വൗ. എൻ്റെ മോനെ ഏതാ വൈബ്. ഓ നമ്മൾ കയറാൻ പോകുന്ന ഏതാ മല ഇടുക്കി കൂടെ ആട്ടാ. മല ഇടുക്ക് കണ്ടില്ലേ, എൻ്റെ മോനെ എന്താ വൈബ്. എന്താ മൗണ്ടെയിൻസ് അല്ല. എക്സ്പൾസ് നാട്ടിലെ റിവ്യൂ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊന്നും പെർഫോം ചെയ്യൂല, ഷോക്കായിരിക്കും എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ഐ എം ആക്ച്വലി എൻജോയിങ് ഇറ്റ്. ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്, ഇതിൻ്റെ ഹാൻഡ്ലിങ് അടിപൊളിയാണ്. പവർ ലോസ് ഉണ്ട് എല്ലാ വണ്ടിക്കും. ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് കയറുമ്പോൾ പവർ ലോസ് ഉണ്ട്, അതേപോലെ ഒരു ചെറിയ പവർ ലോസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും പവർ തീർന്നു പോകുമോ അല്ലെങ്കിൽ മിസ്സിങ് കിട്ടുമോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എന്താണെങ്കിലും ക്ലൈംബ് ചെയ്ത് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ 3rd ഗിയറിലാണ് കയറി പോകുന്നത്. ത്രോട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലേ കയറുള്ളൂ. അതെല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ബ്യൂട്ടി. എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെ മൃഗങ്ങളുണ്ട്, മറ്റേ പുലിയുണ്ടോ കരടിയുണ്ടോ ഒന്നും അറിയില്ല. ഒരു കാടാണെന്ന് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നും അറിയില്ല. സ്നോ ലെപ്പാർഡ് ഉണ്ടാവുമോ, കരടി ഉണ്ടാവുമോ എന്നാണ് ടെൻഷൻ. ആനയൊന്നും എന്തായാലും ഇല്ല, അതുറപ്പാ. പക്ഷെ റൂട്ട് ഒരു രക്ഷയില്ല കേട്ടാ. സത്യത്തിൽ നിങ്ങൾ വരേണ്ട സ്ഥലം തന്നെ അത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തവാങ് വന്ന സമയത്ത് ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇതിപ്പം കുറേ ഇൻസ്റ്റാഗ്രാമിലെ സജഷൻ്റെ പുറത്ത് വന്നതാണ്. പക്ഷേ ഇനിയും പോകാനുണ്ട്. റൂട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാണുന്ന കാഴ്ച കണ്ടില്ലേ, ഒരു വാട്ടർഫോള് ഐസായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ. തണുപ്പിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും വാട്ടർഫോളൊക്കെ ഐസായിട്ട് നിൽക്കുകയാണ്. ഇത് ആ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഐസായിട്ടാണ് വാട്ടർഫോളൊക്കെ നിൽക്കുന്നത്. ഓ തണുത്തിട്ട് വയ്യ. ഇനി അങ്ങോട്ട് തണുപ്പ് കൂടാനേ പോകുന്നുള്ളൂ. മഗോ സൈഡിൽ ഹോം സ്റ്റേ ഒക്കെ കാണാനുണ്ട് കേട്ടോ, താമസിക്കാനൊക്കെ. നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ അടിക്കാം. നമ്മളിപ്പോൾ മഗോ കഴിഞ്ഞു ചുന സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുന ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് ഒരു ബോർഡ് കണ്ടത്. പോയി നോക്കാം. ഇതെല്ലാം ചൈനീസ് ബോർഡറിൻ്റെ അടുത്ത് വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് മിലിറ്ററി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ പേരൊന്നും ആർക്കും ബാഡ്ജൊന്നുമില്ല, ബാഡ്ജൊന്നും കാണിക്കില്ല. കാരണം ഹൈ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഏത് റാങ്കിൽ പെട്ടവരാണ് അവരുടെ പേര് കാര്യങ്ങളൊന്നും അവർ യൂണിഫോം ഇട്ടാലും അതിനകത്ത് ഡിസ്ക്ലോസ് ആവില്ല. ചില സമയത്ത് ചൈന ടൈമൊക്കെ കയറി വരുന്നുണ്ട്. ഈ റൂട്ടൊക്കെ വരുമ്പം ചൈന നെറ്റ്വർക്ക് വരും, ചൈന
മെസ്സേജസ് വരും, റോമിങ്ങിൻ്റെ മെസ്സേജസ് വരും. ഈ സൈഡ് കയറിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല തണുപ്പുമായി. പിന്നെ ലാൻഡ്സ്കേപ്പൊക്കെ അത്യാവശ്യം നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ചുനയിലേക്ക് 2 കിലോമീറ്റർ ബോർഡ് കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. എന്താ അല്ലേ, അധികം താമസമൊന്നുമില്ലാത്ത സ്ഥലമാണ്, എന്നാലും റോഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ ഒരു ചൈന സൈഡിൽ നിന്ന് നമ്മുടെ സ്ഥലങ്ങളൊന്നും കയ്യേറാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മിലിറ്ററി ഇവിടെ ഉള്ളത്. ചുനയിലേക്ക് 1 കിലോമീറ്റേഴ്സ് മാത്രമേ ഇനിയുള്ളൂ. ചുന, എ പ്ലേസ് ദാറ്റ് ഈസ് ക്ലോസ് ടു ചൈന. കൊള്ളാല്ലേ, ഐസായി കിടക്കുന്നുണ്ടല്ലേ. നമുക്ക് ഫുൾ ഓഫ് റോഡായി ഇപ്പം അങ്ങോട്ട്. എനിക്ക് തോന്നുന്നത് ഗൊങ്കർല സൈഡിലേക്ക് പോണ റൂട്ടാണെന്നാണ് തോന്നുന്നത്. ഓഫ് റോഡ് വഴിയാണ്. സ്കൂട്ടറൊക്കെ ഓടിച്ച് വരുന്നുണ്ട് ആൾക്കാർ. നൈസ്. ആ സ്കൂട്ടറിലൊക്കെ അടിപൊളി. ഗൊങ്കറിലേക്ക് എനിക്ക് തോന്നുന്നു ഇനി വഴിയൊന്നുമില്ല, ഇതുപോലെ ആയിരിക്കും റൂട്ട്. ഓ ഐസ്. നൈസ്. ഐസാണ്, വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ പതുക്കെ സ്ലോയിൽ എടുത്തിട്ട് പോവും. പേടിക്കണ്ട പോവാം. ഗിയറിൽ അങ്ങ് ഇറങ്ങിയാൽ മതി, ബ്രേക്ക് പിടിക്കണ്ട. നമ്മളിതേ കൊങ്കറില്ല. ആ എനിക്ക് തോന്നുന്നൊരു 12 കിലോമീറ്റർ ഇങ്ങനെ ഓഫ് റോഡായിരിക്കും. സ്കൂട്ടർ തന്നെ കേട്ടോ, സ്കൂട്ടറിലടിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഏത് ബൈക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. കുത്തൻ ഇറക്കാണ്. ഗിയറിലിട്ടിട്ട് ചുമ്മാങ്ങിരിക്കുക, അതേ ചെയ്യാവുള്ളൂ. ബ്രേക്ക് പിടിച്ചാൽ വീഴാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഗൊങ്കറിലേക്കുള്ള വഴിയിലാണ്. മേലിലൊക്കെ സ്നോഫോൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്നോഫോൾ കിട്ടുമോന്ന് അറിയില്ല. സ്നോഫോൾ കിട്ടിയാൽ നമ്മൾ പെടുമല്ലേ, ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇവിടെ ഒന്നും റോഡൊന്നും ഇല്ല, ഫുൾ ഓഫ് റോഡാണ് വഴികളെല്ലാം. ഇപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഫുൾ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ, പേവ്ഡ് റോഡ്സ് ഒന്നും ഇല്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അതെ, ഈ ലഡാക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇത്രയും അടിപൊളി. ഇത് നോർത്ത് ഈസ്റ്റ് വേറെ ലെവലാണ്. അതെ, അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ്. വഴി തെറ്റിയോ വഴി തെറ്റിയില്ലേ എന്നൊരു കൺഫ്യൂഷൻ. ഒരു വഴി കാണിച്ചു അങ്ങ് കയറി പോകണം. മാപ്പൊന്നും ഇല്ല, ഇവിടെ ചോദിക്കാനും ആരുമില്ല. സൈഡിൽ കിടക്കുന്നൊക്കെ ഐസാണ്, അപ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഓടിക്കുമ്പം. വല്ലാത്തൊരു അഡ്വഞ്ചർ ആയിപ്പോയല്ലേ. നോക്കിയാൽ മാപ്പ് നോക്കി കൺഫേം ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഓക്കെ ആണോ? നമ്മൾ കയറി വന്ന വഴി ഇപ്പൊ തെറ്റാണെന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. അപ്പൊ ഇനി വന്ന വഴിയൊക്കെ തിരിച്ചിറങ്ങണം. മാപ്പിലെ പോയിന്റ് അവിടെ മുകളിൽ എവിടെയോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഐസൊക്കെ കിടക്കുന്നതുകൊണ്ട് വണ്ടി പോണ വഴിയാണെന്ന് തോന്നുന്നില്ല. ഇനി തിരിച്ചിറങ്ങി പോകണം. ഇനി തിരിച്ചിറങ്ങിയിട്ട് വേറെ റൂട്ട് പിടിക്കണം. അതാണ് ഇനി നമ്മുടെ പ്ലാൻ. ഇനി ഈ ബ്ലാക്ക് ഐസ് ഒക്കെ തിരിച്ചിറക്കാനുള്ള പാടാണ്. മുമ്പിലും ഐസ്, പുറകിലും ഐസ്, എവിടെ പോയാലും ഐസാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കിയെടുക്കാം. പോവാം. ഓക്സിജൻ ഭയങ്കര കുറവാട്ടോ ഈ ഏരിയയിൽ. ഓക്സിജൻ സിലിണ്ടർ, നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടർ വേറെ വണ്ടിയിലായി പോയി. അവരെവിടെയാണെന്ന് അറിയില്ല. അവർ നേരത്തെ എത്തിയിട്ടുണ്ടോ, വഴി കറക്റ്റ് പിടിച്ചോന്ന് അറിയില്ല.
ചോദിച്ച് പോവാന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ അവിടെ ചോദിക്കാനായിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല. ഫുൾ ഓഫ് റോഡ് വഴി തന്നെയാണ്. മേലിലൊക്കെ സ്നോഫോൾ വീഴുന്ന പോലെ തോന്നി പുറകെ സൈഡിൽ. ഇവിടെയൊക്കെ സ്നോഫോൾ ഇപ്പോൾ വല്ല വീണ പെട്ട അവസ്ഥയാണ്. വാട്ട് ആൻ അഡ്വഞ്ചർ മാൻ. ഓ ഇവിടെ എല്ലാം ഐസാണല്ലോ. പോണ വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളൊക്കെ കാണുന്നുണ്ട് നമ്മൾ. എല്ലാ സ്ഥലത്തും ടയർ മാർക്കുണ്ട്. എന്തായാലും വെച്ച് പിടിക്കുകയാണ്, നോക്കാം. ഫുൾ കൺഫ്യൂസിങ് ആണ് ഈ വഴി. ഇനി തിരിച്ചു പോകേണ്ട വഴി അറിയില്ല. ഓ അടിച്ച് മിന്നിച്ച് നമുക്കിത് ചാടിക്കാൻ പറ്റൂല. ചാടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടാസ്ക്കാണ്. ഷൂസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ഐസാവും, ഫ്രോസ്റ്റ് ബൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിൽ ചാടിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഷൂസിൻ്റെ ഉള്ളിൽ പെടാതിരിക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. കുത്തനെ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഫുൾ ത്രോട്ടിൽ പിടിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വീല് സ്പിന്നാവും. ഓക്സിജൻ ഇങ്ങനെ കുറവായതുകൊണ്ട് കയറാൻ കുറച്ച് സ്ട്രഗിൾ ഉണ്ട്. എന്നാലും കയറുന്നുണ്ട് കേട്ടോ. മിസ്സിംഗ് ഒന്നും അടിച്ച് നിൽക്കുന്നൊന്നുമില്ല. വണ്ടി ഇടയ്ക്കുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കയറുന്നുണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ടാണ്. കാർബറേറ്റർ ആണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. ട്യൂണൊക്കെ ചെയ്യേണ്ടി വരും. ഓ ഏതാ ഹൈറ്റ് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ സൈഡിലൊക്കെ സ്നോ ചെയ്തിട്ടുണ്ട്. ഓ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. കയറിക്കൊണ്ടിരിക്കുകയാണ്. കീപ് ത്രോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ മൊമെന്റം കീപ്പ് ചെയ്യുക, എന്നാലേ കയറുള്ളൂ. യെസ്. Oh, I'm so happy, man. I'm so happy. എന്ത് രസമാണെന്ന് നോക്കി. ഓ എന്ത് വൈബാണ് മോനെ. മഞ്ഞല്ലല്ലോ, വെള്ള മലകൾ, തെന്നിക്കിടക്കുന്ന റോഡ്, കിളിമാർന്ന ക്ലൈമറ്റ്. ഓ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ബ്രോ. ഫസ്റ്റ് ഗിയറിലെ ഈ കയറ്റമൊക്കെ കയറുള്ളൂ. കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ മുട്ട കയറ്റാണ്. അതിൻ്റെ ഒപ്പം തെന്നലും ഉണ്ട്. ഫുൾ ത്രോട്ടിലാട്ടോ കയറുന്ന. ഫുൾ ത്രോട്ട് നോക്കിക്കോ. ഓക്സിജൻ ഇല്ല. അധികം എക്സൈറ്റഡ് ആവണ്ട. അധികം എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഓക്സിജൻ പോവും. ഓ അതാണോ വഴി? ഇനിയാണ് കൺഫ്യൂഷൻ. ഇത് തന്നെ ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റാണ്. ഇവിടെയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അയ്യോ തീർന്നു. അവിടെ വന്നോ. ഇനി വണ്ടി എങ്ങനെ കയറ്റുമെന്ന് എനിക്കറിയില്ല. എടാ വേണ്ടാത്ത പണിയാ. ഇനി കയറൂല വണ്ടി. എങ്ങനെ കയറും? ഒരു ഹെൽപ്പ് വേണം. ഞാൻ നോക്കട്ടെ തള്ളി കയറ്റാൻ പറ്റുമെന്ന്. അയ്യോ കയറ്റിക്കോ. ആ സൈഡിൽ മഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ വല്ല വീഴുവടാ. വീണിട്ട് നമ്മൾ പെടുവോ?
അറിയില്ല, മോളിൽ താമസിക്കേണ്ടി വരും. ഫസ്റ്റ് ഇയർ തന്നെ കേറാൻ പെടുന്ന പാടേ. ഓ സീന്. എന്താ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമ്മൾ കേറി വന്ന വഴികൾ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അയ്യോ അയ്യോ. ലൈറ്റായിട്ട് സ്നോഫോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ നിങ്ങളെ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്നോഫോൾ ഉണ്ട്, ലൈറ്റായിട്ടാണ് വരുന്നത്. ഓ ആരും ഈ വഴിയൊന്നും ഒറ്റയ്ക്ക് വരരുത്, ഒറ്റയ്ക്ക് വന്നാൽ പെടും. ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ വേണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എല്ലാ കയറ്റങ്ങളും ഒന്നും അങ്ങനെ ഈസി ആയിട്ട് കയറി പോവില്ല. സ്നോ സ്നോ സ്നോ. അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ഭയങ്കര ദൂരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത്രയും ദിവസം എനിക്ക് സ്നോഫോൾ വേണം എന്നായിരുന്നു. സ്നോഫോൾ വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി. സ്നോഫോൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പെടും. സ്നോ ഇങ്ങനെ വീണോണ്ടിരിപ്പുണ്ട് ലൈറ്റായിട്ട്. ലൈറ്റ് സ്നോ ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. ഓ ഗോങ്കർണ ലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ സ്നോ ആയി. നേരത്തെ നമ്മൾ താഴെ നോക്കിയ സമയത്ത് ഇവിടെ സ്നോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സ്നോ ആണ്. ആഷിഫിനെ ഇപ്പൊ കണ്ട, ആഷിഫ് കയറിയിട്ട് തിരിച്ച് ഓടുന്നു, തണുത്തിട്ട് വയ്യാന്ന്. അയ്യോ ഏതാ വഴിയൊക്കെ. ഓ ഓ വാ മേളിൽ കയറിട്ട് പോ, മേലോട്ട് പോ, മേലോട്ട് വാടാ, മേലോട്ട് വാ. ഞങ്ങള് മഞ്ഞിലല്ലേ ഞങ്ങൾ ഓടിച്ചു വന്നത്. വാ മേലോട്ട് വാടാ, പോടാ, കണ്ടിട്ട് വരാടാ, വാടാ. വരുന്നുണ്ട് അനിസ്ക, മേലേക്ക് വാ. ഓ ഐസ് വീണോണ്ടിരിക്കുകയാണ്. അയ്യോ ശ്വാസം കിട്ടുന്നില്ല. അവസാനം നമ്മള് ഗോങ്കർല ലേക്ക് എത്തിയിരിക്കുകയാണ്. മാൻ, ബ്യൂട്ടിഫുൾ ജേർണി, ബ്യൂട്ടിഫുൾ ജേർണി. ഞാനിവിടെ എത്തുന്ന ഒട്ടും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ എത്തി മോനെ. Chase your dreams even if you cannot see it. Okay, okay. One photo. Okay. Okay, okay.
മഞ്ഞ് പെയ്യുന്നുണ്ടെന്ന്, ഇപ്പൊ റോഡ് ക്ലോസ് ആവുന്നു. ആ നമ്മളങ്ങനെ വിചാരിച്ച ലൊക്കേഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ റൈഡ് മാൻ. അനുഷ്ക മഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് 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 മോനെ? മോനെ 16,000 ഫീറ്റില് മഞ്ഞ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അശിവ എന്താ പറയാനുള്ള? എടാ ഇത് മാസ്ക് മാറ്റി, മാസ്ക് വെച്ചോണ്ടിരുന്നതിന് ചിലപ്പോ KMS അടിക്കും. ബ്രീത്ത് ചെയ്യാൻ നോക്ക്. നമുക്ക് ഹീറ്റ് അടിക്കുന്നു. മല നിരകൾ നോക്കിക്കേ, എന്താ സീന്. ഓ എന്റെ മോനെ, ഇതാണ് എന്ത് ഗൊങ്കർല ലേക്ക് അല്ലേ? 16,000 അടി. കേരളത്തിന്റെ മഞ്ഞ് പിടിക്കാൻ താങ്ങില് ഗോകർലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മാൻ ബ്യൂട്ടിഫുൾ. കിട്ടില്ല മഞ്ഞാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഹാപ്പി. ഇന്ന് മഞ്ഞ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടാ, പക്ഷെ മഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നാ മഞ്ഞ് കിട്ടും. ചേസ് യുവർ ഡ്രീംസ് ഈവൻ ഇഫ് യു കാനോട്ട് സീ ഇറ്റ് എന്നുള്ള കോട്ടാണ് എനിക്കിപ്പം റൈറ്റ് നൗ ഓർമ്മ വരുന്നത്. നമ്മളിങ്ങനെ മോട്ടോർ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇരുട്ടത്തായിരിക്കും, അതിനൊരു ചെറിയ ലൈറ്റേ ഉണ്ടാവുള്ളൂ. ആ ലൈറ്റിൽ നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് കവർ ചെയ്ത് അവസാനം നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തും എന്നാണ് എനിക്ക് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്. Look at the views, man. Look at the views. നമ്മുടെ ഹൈഡ്രേഷൻ ബാഗിലെ വെള്ളമൊക്കെ ഐസ് ആയിട്ടുണ്ട്. ഐസ് കട്ടയായി. അഭി എന്താ പറയാനുള്ളത്? മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ്, കിട്ടില്ലെന്നൊന്നും പറഞ്ഞ. എങ്ങനെയുണ്ട് ഈ റൈഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. കിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തളർന്ന് നിക്കാൻ വയ്യ, പക്ഷെ എന്നാലും ഞാൻ മഞ്ഞ് നിന്ന് കൊള്ളും. തീയിൽ കുരുത്തത് മഞ്ഞത്ത് വാടിക്കാത്. അത് തന്നെ. അജിവേ ആ ഹെൽമെറ്റ് ഒന്ന് അയക്കാം. അജിവേ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന? നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഗോകർല മഞ്ഞ് തന്ന് നമ്മളെ സന്തോഷപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മള് ലാസ്റ്റ് ഡേ ആണ്, നമ്മള് ലാസ്റ്റ് റൈഡാണ്. നാളെ നമ്മള് തിരിച്ചു പോകണം. നമുക്ക് മഞ്ഞ് കിട്ടൂല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇനി തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ അച്ഛനെ? നമ്മളിറക്കും. തിരിച്ചിറങ്ങിയതാ, മഞ്ഞിട്ട് തിരിച്ചേറിയതാ. അപ്പൊ അതിലിറങ്ങിട്ട് സ്നോ വീണിട്ട് തിരിച്ച് രണ്ടാമത് കയറി. ഇനി സ്നോ വരുന്നുണ്ട്, നല്ല സ്നോ വരുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാം അല്ലേ? നമ്മുടെ ഈ വ്ളോഗിൽ നിന്ന് നമ്മൾ ബൈ ബൈ പറയുകയാണ്. നമ്മള് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒച്ചുണ്ടാക്കുന്നത്. മഞ്ഞ് മാത്രം സെറ്റ്. അപ്പൊ ഈ വ്ളോഗിൽ നിന്ന് ബൈ ബൈ. നാളെ ഇനി നമുക്ക് മഞ്ഞ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒന്നുമില്ല. അപ്പൊ